ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വെണ്ടയ്ക്ക തൈര് കറിയാണ് കേട്ടോ. തൈരും വെണ്ടയ്ക്കയും ഉണ്ടെങ്കിൽ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കടുക് എല്ലാം ഒന്ന് പൊട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 5-6 വെളുത്തുള്ളി ഒന്ന് കനം കുറച്ചരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണേ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ എത്രത്തോളമാണോ വെണ്ടയ്ക്ക എടുക്കുന്നത് അതിനനുസരിച്ച് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 8 വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ. സവാള ഒന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ രീതിയിൽ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അധികം കനം കുറച്ചിട്ടല്ല, ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വെണ്ടയ്ക്ക ഒന്ന് വെന്ത് കിട്ടണം. ഈ സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച കുത്തുണ്ടല്ലോ, അതൊന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവേ. മഞ്ഞൾപ്പൊടിയുടെ പച്ച കുത്തെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അധിക സമയം നമ്മളിത് അടച്ച് വെച്ച് വേവിക്കേണ്ട, കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിച്ചു പോകില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇതിപ്പോൾ വെന്തിട്ടില്ല, അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അധികം വെന്ത് കുഴഞ്ഞു വേണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അധികം വെന്ത് കുഴഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഏകദേശം നമ്മളെ വെണ്ടയ്ക്ക ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ എണ്ണയൊക്കെ നല്ലോണം അതിൽ പിടിച്ചിട്ടുണ്ട്. അടിയിൽ പിടിച്ചു പോകാതെ നമ്മളിത് ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് 1 കപ്പ് തൈരാണ് ആവശ്യം. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിക്കുള്ള തൈര് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഉപ്പ് പാകത്തിനാണോ എന്ന് നമുക്ക് ഈ സമയത്ത് നോക്കാം കേട്ടോ. കുറവായിട്ട് തോന്നുന്നെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാൻ മറക്കരുതേ. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു വെണ്ടയ്ക്ക തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കേ.